മുട്ടിൽ മരമുറി കേസിൽ അനുബന്ധ കുറ്റപത്രം വൈകുന്നു. 30 അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് 2024 ജനുവരിയിൽ. 20 മാസം കഴിഞ്ഞിട്ടും തുടർ നടപടിയില്ല. അതായത് മുട്ടിൽ മരമുറി കേസിലെ കള്ളന്മാർ, ആ കാട്ടുകള്ളന്മാർ, ആ വീരപ്പന്മാർ ഇന്ന് ആരാണ്? ഇന്ന് കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു വാർത്താ ചാനലിലെ മുതലാളിമാരാണ് ഈ പറയുന്ന മുട്ടിൽ മരമുറി കേസിലെ വീരപ്പന്മാർ. ഈ വീരപ്പന്മാർക്കെതിരെ 2024 ജനുവരിയിൽ 30 കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനിയും 10 കുറ്റപത്രം സമർപ്പിക്കാൻ ബാക്കിയുണ്ട്. അത് മാത്രമല്ല, ഈ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പോലും തുടർ നടപടികളൊന്നും ഇതുവരെ, ആ കുറ്റപത്രം സമർപ്പിച്ചു, അത് അവിടെ തീർന്നു, അത് കഴിഞ്ഞിട്ട് ഒരു നടപടിയുമില്ല. എന്നിട്ട് ഈ കാട്ടുകള്ളന്മാർ, വീരപ്പന്മാർ ക്യാമറയ്ക്ക് മുന്നിലിരുന്നു കൊണ്ട് ഒരു വാർത്താ മാധ്യമം വിലക്കെടുത്തുകൊണ്ട് അതിൽ വന്നിരുന്നു കൊണ്ട് ഇവരാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നത്, വിമർശനങ്ങൾ നടത്തുന്നത്, സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്നത് ഒക്കെ ആരാണ്? ഈ കാട്ടുകള്ളന്മാരാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയും ആയിട്ടുള്ള ആളുകൾ, ആ കേസിന്റെ വിശദാംശങ്ങളൊന്നും പറയണ്ടല്ലോ, അന്നുണ്ടായ കോലാഹലങ്ങളും വിവാദങ്ങളും, ഹൈക്കോടതി പോലും ഇവരുടെ കാര്യത്തിൽ ഒരു അനുകമ്പയും കാണിക്കാതെ, ഒരു ഫേവറും ചെയ്തു കൊടുക്കാതെ ഇവരെ നേരിട്ട ഹൈക്കോടതിയുടെ വിധികൾ പോലും നിങ്ങളുടെ ഓർമ്മയിലില്ലേ? അങ്ങനത്തെ ഇവർ ഇന്ന് വന്നിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു നമ്മുടെ കേരളത്തിൽ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ 30 കുറ്റപത്രം സമർപ്പിച്ചു 2024. അത് കഴിഞ്ഞിട്ട് 20 മാസമാകുന്നു. ഇന്ന് വരെ ഇനി 10 കുറ്റപത്രം സമർപ്പിക്കാൻ ബാക്കിയുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് അതിന്റെ തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല? ആ കുറ്റപത്രം സമർപ്പിച്ചതിൽ പിന്നെ ഈ പറയുന്ന കേസ് കോടതിയുടെ പരിഗണനയിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 20 മാസങ്ങളായിട്ട് റിപ്പോർട്ടർ TV നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിലെ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം മനസ്സിലാകും. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. കൂട്ടിക്കൊടുപ്പിനുള്ള കാശ്, പ്രതിഫലം, ആ പ്രതിഫലം റിപ്പോർട്ടർ TVക്ക് ലഭിക്കുന്നുണ്ട്. ആ പ്രതിഫലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ് പ്രതിഫലം? ഈ 30 സമർപ്പിച്ചിരിക്കുന്ന 30 കുറ്റപത്രത്തിലും ഇനി സമർപ്പിക്കാൻ ബാക്കിയുള്ള 10 കുറ്റപത്രങ്ങളിലും ഒന്നും ഒരു നടപടിയും ഉണ്ടാവില്ല. അതാണ് റിപ്പോർട്ടർ TVക്ക് കിട്ടുന്ന ലാഭം. ഇനി അവർ തിരിച്ചു കൊടുക്കുന്ന കാര്യം എന്താണ്? ഈ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ TV ചെയ്തു കൊടുക്കുന്ന കാര്യം എന്താണ്? അത് എന്ന് പറയുന്നത്, റിപ്പോർട്ടർ TV തേരാ പാര നടന്നുകൊണ്ട് കോൺഗ്രസിനെയും UDFനെയും കോൺഗ്രസിന്റെ നേതാക്കളെയും തേജോവധം ചെയ്യുവാനും അവർക്കിടയിൽ തമ്മിൽ തല്ലുണ്ടാക്കുവാനും, ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒന്നും ഉണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ റിപ്പോർട്ടർ TV നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും ഭൂലോക തോൽവിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊള്ളരുതായ്മകളും വീഴ്ചകളും പരാജയങ്ങളും തോൽവികളും ഒക്കെ മറച്ചു വെക്കണം, അതൊന്നും വാർത്തയാക്കരുത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് അനുകൂലമാകുന്ന തരത്തിലുള്ള വാർത്തകൾ ലൈവായി നിലനിർത്തണം, അതിൽ ചർച്ചകൾ സജീവമാക്കണം, അത് വാർത്തയാക്കണം, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്നാൽ പിണറായി വിജയന് പ്രതികൂലമാകുന്ന കാര്യങ്ങൾ ഒന്നും ജനങ്ങളിലേക്ക് എത്തരുത്, അത് ചർച്ചയാവരുത്, അതിൽ സംസാരങ്ങൾ ഉണ്ടാവരുത്, അത് ഇങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ലൈവായി നിൽക്കാൻ പാടില്ല. അവിടെയും ഈ റിപ്പോർട്ടർ TV തോറ്റുപോയി. എന്താ കാര്യം? ഇവിടെ പിണറായി വിജയന് അനുകൂലമാകുന്ന ഒരു സംഭവവും കേരളത്തിൽ സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാല്, ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെയും UDFനെയും കോൺഗ്രസിന്റെ യുവജന നേതാക്കളെയും അവരിൽ നിന്ന് തന്നെ ഏറ്റവും തലയെടുപ്പുള്ള പിണറായി വിജയനെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് പെണ്ണ് കേസിലും പുടുക്കുക, അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കുക, വേണ്ടി വന്നാൽ വ്യാജമായ നിർമ്മിത ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും ഉണ്ടാക്കുക എന്നൊക്കെ, ഇതൊക്കെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് കേരളത്തിന്റെ സമൂഹത്തിലേക്ക് പടച്ചുവിടുക. ഇതാണ് ഈ 20 മാസമായിട്ട് റിപ്പോർട്ടർ TV ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ആൻഡോയും ആൻഡോയുടെ ചേട്ടന്മാരും എവിടെ പോകും? അഴി എണ്ണേണ്ടി വരും. 1 2 3 1 2 3 1 2 3 ഇങ്ങനെ അഴി എണ്ണേണ്ടി വരും. അത്
അങ്ങനെ അഴിയണ്ണാതിരിക്കണമെങ്കിൽ നിരന്തരമായിട്ട് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെയും കോൺഗ്രസിന്റെ നേതാക്കളെയും വ്യക്തിഹത്യയും തേജോവധം ചെയ്യണം. അത് മാത്രമല്ല, ജനത്തിന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പടച്ചുവിടണം. അത് ബിഗ് ബ്രേക്കിങ്ങുകളാക്കണം. അത് മറ്റെന്ത് വാർത്ത നൽകിയില്ലെങ്കിലും കോൺഗ്രസിനെതിരെ പിണറായി വിജയന് വേണ്ടി ഇത്തരത്തിൽ കൂട്ടിക്കൊടുപ്പ് നടത്തിക്കൊണ്ടേയിരിക്കണം. അത് നടത്തിക്കൊടുത്താൽ എന്താണ് കിട്ടുന്ന പ്രതിഫലം? ഈ മുട്ടിൽ മൊഴിമുറി കേസ് എന്ന് പറയുന്ന ഈ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ്. കേരളത്തിന്റെ പൊതുമുതൽ കട്ടുമുറിച്ച് കടത്തി ആ കാശിൽ നിന്നാണ് റിപ്പോർട്ടർ TV എന്ന് പറയുന്ന TV ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? നികേഷ് കുമാർ റിപ്പോർട്ടർ TV നടത്തിയിരുന്ന കാലത്ത് ആ റിപ്പോർട്ടർ TVയുടെ ഒരു മൊത്തത്തിലുള്ള ഓവറോൾ ക്വാളിറ്റി എങ്ങനെയായിരുന്നു, അതിൻ്റെ സ്റ്റുഡിയോ എങ്ങനെയായിരുന്നു, അതിലെ മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലത്തേക്ക് റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ചാനൽ സംപ്രേഷണം നിർത്തിവെക്കുന്നു. എവിടെയാണ് നിർത്തിവെക്കുന്നത്? ഈ പറയുന്ന നികേഷിന്, MP രാഘവന്റെ മകനായിട്ടുള്ള നികേഷിന് തൻ്റെ സ്ഥാപനത്തിലുള്ള തൻ്റെ സഹപ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലും കാശില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ റിപ്പോർട്ടർ TV നിർത്തിവെക്കുന്നു എന്ന് മാത്രമല്ല, ആ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TV വിൽപ്പനക്ക് വെക്കുന്നു. അങ്ങനെ വിൽപ്പനക്ക് വെച്ച റിപ്പോർട്ടർ TV കേരളത്തിന്റെ പൊതുമുതൽ കൊള്ളയടിച്ചുണ്ടാക്കിയ കാശ് കാട്ടുകള്ളന്മാർ, വീരപ്പന്മാർ കൊണ്ടുവന്ന് ആ കാശ് കൊടുത്ത് റിപ്പോർട്ടർ TV വാങ്ങുന്നു. എന്നിട്ട് ഈ പറയുന്ന കേരളത്തിലെ സഖാക്കളുമായിട്ട് ഒരു ഡീലിലേക്ക് എത്തുന്നു. എന്താണ് ഡീല്? 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഡീലാണത്. ആ ഡീലിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ PR ഏജൻസി ആയിട്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഞങ്ങൾ നടത്തും. പിണറായി വിജയന് കുഴലൂതുന്ന പരിപാടി ഞങ്ങൾ നടത്തും. പിണറായി വിജയന്റെ കുണ്ടി കഴിവുന്ന പരിപാടി ഞങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ എതിർപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന സമുന്നതരായിട്ടുള്ള ശ്രദ്ധിക്കപ്പെടുന്ന നിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്കുകൊണ്ടും ആശയം കൊണ്ടും ആദർശം കൊണ്ടും നിങ്ങളെ ആക്രമിക്കുന്ന പിണറായി വിജയനെ ആക്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള, ഷാഫി പറമ്പിലിനെ പോലെയുള്ള, അബിൻ വർഗീയെ പോലെയുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ ഞങ്ങൾ കള്ളക്കേസുകളിൽ കൊടുക്കാം. അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്താം, ഒക്കെ ചെയ്യാം. അന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു PR ഏജൻസി ആയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാം. തിരിച്ചെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അതുവരെ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രങ്ങളിലോ അല്ലെങ്കിൽ ഇനി സമർപ്പിക്കാൻ പോകുന്ന കുറ്റപത്രങ്ങളിലോ അല്ലെങ്കിൽ കേസിന്റെ ബാക്കിയുള്ള നടപടികളിലോ ഒന്നും ഒരു നടപടിയും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, ഈ സമർപ്പിക്കുന്ന കുറ്റപത്രങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ ഒഴിവാക്കി തരണം. അതായത് ഈ ആൻഡോയുടെ ചേട്ടന്മാരെയും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കേസ് ഒരുപാട് കാലത്തേക്ക് അങ്ങനെ നീണ്ട് പരിഗണിക്കാതെ, കോടതിയുടെ മുന്നിലെത്താതെ, അതിൽ ചർച്ചകൾ ഉണ്ടാവാതെ, അതിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാതെ, ഒന്നുമില്ലാതെ ആ കേസ് അങ്ങനെ നീണ്ടു പോകണം. അത് മാത്രമാണ് ഈ ആൻഡോയുടെ ആവശ്യം പിണറായി വിജയൻ അംഗീകരിച്ചു. കാരണം പിണറായി വിജയൻ അറിയാം, ഈ 10 വർഷം കൊണ്ട് തൻ്റെ പക്കൽ ചൂണ്ടിക്കാണിക്കാൻ നേട്ടങ്ങളൊന്നുമില്ല. കോട്ടങ്ങളാണെങ്കിൽ എല്ലാം ജനങ്ങളുടെ മുന്നിൽ എത്തുന്നുമുണ്ട്. അതുകൊണ്ട് ഈ കോട്ടങ്ങളെ മറച്ചു പിടിക്കണം. അത് ചർച്ചയാവാതിരിക്കണം. ചർച്ചയാവേണ്ടത് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പലരും പെണ്ണുകേസിൽ പെട്ടവരാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കണം. ഏതുപോലെ പഴയ നമ്മളെ സന്ദേശം സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ ശങ്കരാടി പറഞ്ഞു കൊടുക്കുന്നില്ലേ, പ്രതിപക്ഷത്തിരിക്കുന്നവരെ നമ്മൾ എന്താക്കണം, രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് അവരുടെ യുവജന വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളെ നമ്മൾ എന്താക്കണം, നിരന്തരമായി പെണ്ണുകേസിൽപ്പെടുത്തി അവരെ നമ്മൾ അവഹേളിച്ച്, പരിഹസിച്ച്, അധിക്ഷേപിച്ച്, വ്യക്തിഹത്യകൾ നടത്തി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത്. അത് തന്നെയാണ് റിപ്പോർട്ടർ TV പിണറായി വിജയന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഇതാണ് ഡീല്. ഈ കാട്ടുകള്ളന്മാരെ സംരക്ഷിച്ചു പിടിക്കുന്നതാണ് പിണറായി വിജയന്റെ പുതിയ മാർക്സിസ്റ്റ് സഖാക്കളുടെ പുതിയ ആശയം. അതാണ് സഖാക്കളുടെ തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ ആശയവും ആദർശവും എന്നുള്ളതാണ്.